ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കോളിഫ്ലവർ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഒരു മിനിറ്റോളം ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നീട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ കോളിഫ്ലവർ ഓരോന്നായിട്ട് ആ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് ഇട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്കിത് അതുപോലെ ഒന്ന് തിരിച്ചിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. കോളിഫ്ലവർ ഏകദേശം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് നെടുക കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറിവേപ്പില ഇതിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഓയിലിൽ നിന്ന് കോരി മാറ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്സാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.